നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കേന്ദ്ര ബജറ്റിന് ശേഷമുള്ള വാരമായിരുന്നു ഇത്. ശ്രദ്ധേയമായ മുന്നേറ്റം ഒരു ഘട്ടത്തിൽ വിപണിയിൽ സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. അപ്രതീക്ഷിതമായി റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിലും കുറവ് വരുത്തി. ഇത് പുതിയ ഉയരത്തിലേക്ക് സെൻസെക്സിനെയും നിഫ്റ്റിയെയും എത്തിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ലാഭമെടുപ്പാണ് വിപണിയിൽ സംഭവിച്ചത്. അത്തരത്തിൽ പൊതുവെ സംഭവ ബഹുലമായ ഒരു വാരമാണ് കടന്നുപോയത്. വ്യാഴാഴ്ച വലിയ തോതിലുള്ള ഫ്ലക്ച്വേഷൻ വിപണിയിൽ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടു. ആദ്യം ഭുവനേന്ദ്രനോട്, ബജറ്റിന് ശേഷമുള്ള ഒരാഴ്ചയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ബജറ്റ് വലിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ബജറ്റ് പ്രസംഗം നടന്നത്. പക്ഷേ വിപണി അത് സംബന്ധിച്ചുള്ള പല രീതിയിലാണ് അതിനോട് റിയാക്ട് ചെയ്തത്. ബജറ്റിന് ശേഷം ഇപ്പോൾ ഒരാഴ്ചയാകുന്നു. എങ്ങനെയാണ് ഓരോ സെക്ടറിൻ്റെയും ഒരു സാധ്യതകളെ താങ്കൾ ഇപ്പോൾ കാണുന്നത്? ഒരു ബജറ്റ് വലിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു റിഫോം ഉണ്ടാകുന്നൊരു ബജറ്റാണെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. അത്രത്തോളം വലിയൊരു റിഫോം, വലിയ അനൗൺസ്മെൻറ്റുകളൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഓവറോൾ ബെറ്റർ ആയിട്ടുള്ള ബജറ്റാണ്. അത് മാർക്കറ്റ് അതിനോട് വളരെ അനുകൂലമായി തന്നെ പ്രതികരിച്ചു. ഓവറോൾ ഇന്ത്യൻ എക്കണോമി എല്ലാം തന്നെ നല്ല ഷേപ്പിൽ മൂവ് ചെയ്യുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും റൈറ്റ് ടൈമിൽ റൈറ്റ് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് RBIയുടെ റേറ്റ് കട്ട് പോലും നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനോട് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് തന്നെ റിയാക്ട് ചെയ്തു. ഇപ്പോൾ മേജറായിട്ടുള്ള ഈ മാർക്കറ്റ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, ഈ ബജറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സിൽ 30% നിന്ന് 25% അത് കുറച്ചുകൊണ്ട് ഓവർ എ പീരീഡ് ഓഫ് 4 years അത് കുറച്ചു കൊണ്ടുവരുന്ന മാർക്കറ്റ് അത് വളരെ ഫേവറബിൾ തന്നെയാണ്. 4 years കൊണ്ട് അത് 30 നിന്ന് 25 റെഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ് തന്നെ. ദെൻ 70,000 crore ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. ഇന്ത്യ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അതിന് ഗവൺമെൻറ് ഒരു ഫണ്ട് വകയിരുത്തി. അതോടൊപ്പം തന്നെ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ത്രൂ 20,000 crore എവരി ഇയർ കളക്ട് ചെയ്യുകയും അത് സ്പെൻഡിങ്ങിന് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഗാർ 2 years ഡിഫർ ചെയ്തു. അത് വളരെ പോസിറ്റീവ് തന്നെയായിരുന്നു. മാർക്കറ്റ് അതിനോടും വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. അതുപോലെ തന്നെ GST 2016 GST കൊണ്ടുവരുന്നത്, ഇതൊക്കെ ഏപ്രിൽ മുതൽ അത് GST ഇതൊക്കെയാണ് മാർക്കറ്റിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബജറ്റിൻ്റെ. മാർക്കറ്റ് ഇതിനോടാണ് വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തത്. ഇപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ചായിരുന്നു. കാരണം അവർ വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണ്, ബാങ്കിൻ്റെ പ്രോഫിറ്റബിലിറ്റി കുറയുന്നു. അപ്പോൾ ഇവരോട് ഫണ്ട് ഇവർ സെൽഫായിട്ട് കണ്ടെത്തണം എന്ന് പറഞ്ഞു. 7,940 crore മാത്രമാണ് പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. അതൊരു വലിയ നെഗറ്റീവ്. അതാണ് ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ തന്നെ ഷാർപ്പായിട്ട് താഴെ പോകാനുള്ള റീസൺ. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് അതാത് സമയങ്ങളിൽ അതിലുള്ള മെഷർ എടുക്കുമായിരിക്കും. ഇവർ തന്നെ ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫണ്ട് റേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് വളരെ അത്യാവശ്യമാണ് ബാങ്ക്, എസ്പെഷ്യലി പബ്ലിക് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ച്. അതൊരു നെഗറ്റീവായിരുന്നു. അതുപോലെ തന്നെ സർവീസ് ടാക്സ് 12.3 നിന്ന് 14% കൊണ്ടുവന്നു. പിന്നെ വലിയൊരു റിഫോം പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല. പിന്നെ ടാക്സിൽ സർചാർജ് ഇൻക്രീസ് ചെയ്തത്, ഇതൊക്കെയാണ് ചെറിയൊരു നെഗറ്റീവ് എന്ന് പറയാവുന്നത്. ഓവറോൾ വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ബജറ്റ് തന്നെയാണ്. പിന്നെ എന്തും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണല്ലോ. വലിയ അനൗൺസ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കുന്നതിലുപരി അനൗൺസ്മെൻറ്റുകൾ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരിക. ഏറ്റവും നന്നായി എല്ലാ മിനിസ്റ്റേഴ്സും പ്രവർത്തിക്കുന്നു, വെൽ സ്റ്റഡീഡ് ആണ്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ആ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ മാർക്കറ്റ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് പോലും റിസർവ് ബാങ്ക് വളരെ ശക്തമായിട്ടുള്ള മെഷർ എടുത്തു. ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു സ്പേസ് റേറ്റ് കട്ടിനുണ്ട് എന്നുള്ളത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോൾ RBI മെഷർ എടുത്ത ആ ദിവസം തന്നെ FIs വളരെ ആക്റ്റീവായിരുന്നു. ഏകദേശം 2,700 crore FIs ക്യാഷ് മാർക്കറ്റിൽ ബൈയിങ് നടത്തി. അതേസമയത്ത് അത് സസ്റ്റെയിൻ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ തന്നെ സെല്ലിംഗ് സൈഡിലേക്ക് പോയി. പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം നിഫ്റ്റി ആ അനൗൺസ് ചെയ്ത ദിവസം ബുധനാഴ്ച 9,100 വരെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഓപ്പണിംഗാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനുശേഷം അത് സസ്റ്റൈനബിൾ ആയി കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. കാരണം FIs ബൈയിങ് സൈഡിലാണെങ്കിലും വലിയൊരു ഹ്യൂജ് ബിൽഡപ്പ് പൊസിഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ അത് സെല്ലിംഗ് കണ്ടു. അതാണ് വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ വന്നിരുന്നു. FIs 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 4,000 crore നെറ്റ് ബൈയിങ് സൈഡിലാണ്. ഇപ്പോഴും FI ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. FIs ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് തന്നെ കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ ഈ ഗവൺമെൻറ് എടുക്കുന്ന മെഷേഴ്സ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഷോർട്ട് ടൈം മാർക്കറ്റ് ചിലപ്പോൾ റിസ്ക് ഉണ്ടെങ്കിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യൻ എക്കണോമി ബെറ്റർ ഷേപ്പിൽ മൂവ് ചെയ്യാം. എന്തായാലും ഈ 3rd quarter റിസൾട്ട് തന്നെയായിരുന്നു മാർക്കറ്റ്. ആ ഒരു ബെറ്റർ റിസൾട്ട് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ 9,000 മുകളിലേക്ക് നിഫ്റ്റി വളരെ ഷാർപ്പായിട്ട് മൂവ് ചെയ്തേനെ. അപ്പോൾ ആ 3rd quarter റിസൾട്ട് മോശമായി. ഇനി തീർച്ചയായിട്ടും ആ 4th ഫൈനൽ റിസൾട്ട് ബെറ്റർ ആവുകയാണെങ്കിൽ
ഗ്ലോബൽ സിറ്റുവേഷൻ ബെറ്റർ ആകുകയാണെങ്കിൽ നിഫ്റ്റി പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മൊമെൻറ്റം തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് തന്നെയാണ്. വ്യാഴാഴ്ച ഗ്ലോബൽ മാർക്കറ്റ് അല്പം മോശമായിരുന്നു, വലിയ തോതിലുള്ള ഫ്ലക്ച്വേഷൻ നമ്മുടെ മാർക്കറ്റിലുണ്ടായി. ഇങ്ങനെ ടെക്നിക്കൽ എങ്ങനെ കാണുന്നത്? ടെക്നിക്കലി മാർക്കറ്റിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 8650 8700 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. 9050 ഒരു ക്രൂഷ്യൽ ലെവലാണ്. 9050 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ, പക്ഷേ അത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ കൂടുതൽ FISന്റെ ഫ്ലോ വേണം, വീണ്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനൗൺസ്മെൻറ്റുകൾ വരണം. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ചിലപ്പോൾ 9300 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ രീതിയിൽ മേജർ വീക്ക്നെസ് ഒന്നുമില്ല. അതിൻ്റെ ഒരു റീസൺ ഇക്കണോമി വളരെ ബെറ്റർ ഷേപ്പിലാണ്. ഗവൺമെൻറ് റൈറ്റ് ടൈമിൽ ഡിസിഷൻ എടുത്തു പോകുന്നു എന്നുള്ളത് FISനെ ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യും. ആ FIS തന്നെയാണ് മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റിൽ ചെറിയ മൈനർ കറക്ഷൻ എന്നല്ലാതെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് വരാനുള്ള സാധ്യത കുറവ് തന്നെയാണ്. ടെക്നിക്കലി 8650 8700 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ തന്നെയാണ്. ഒരു ചെറിയ ഇടവേള, അതിനുശേഷം നമുക്ക് കത്തുകളിലേക്ക് വരാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കത്തുകളിലേക്ക് പോകുന്നു. സാജു രാജേന്ദ്ര പ്രസാദിൻ്റെ കത്താണ് അടുത്തത്. അദ്ദേഹം ചില ഓപ്ഷൻ സ്റ്റോക്കുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോളോ ടയേഴ്സ് അല്ലെങ്കിൽ JK ടയർ, ക്രോംപ്റ്റൺ ഗ്രീവ്സ് അല്ലെങ്കിൽ ഹാവൽസ്, ഓട്ടോ കമ്പോണൻറ്റ് സെക്ടറിൽ പ്രൈക്കോൾ അല്ലെങ്കിൽ ഗബ്രേൽ ഇന്ത്യ, ഒപ്പം തന്നെ മഹീന്ദ്ര അല്ലെങ്കിൽ മാരുതി, ICICI ബാങ്ക് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ഓപ്ഷൻസാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നൽകിയിട്ടുണ്ട്. JK ബാങ്ക്, PTC ഫിനാൻസ്, IPCL ലാബ്സ്, റിലയൻസ്, കെൻ ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളും അദ്ദേഹത്തിന് കൈവശമുണ്ട്. അപ്പോളോ ടയേഴ്സിൻ്റെ വാല്യുവേഷൻ ഫെയർ വാല്യൂ ആണ്. സൗത്ത് ആഫ്രിക്കയിൽ അവരൊരു ലോസ് മേക്കിംഗ് പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് അവർ ഷട്ട് ഡൗൺ ചെയ്തു. അതിൻ്റെ കോമ്പൻസേഷൻ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നു, അതുകൊണ്ടാണ് സ്റ്റോക്കിൽ കറക്ഷൻ വന്നത്. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂലാണ്. ചെറിയ കറക്ഷൻ ചിലപ്പോൾ സംഭവിക്കും, പക്ഷേ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്പോളോ ടയേഴ്സ് ബൈ അഡ്വൈസബിൾ ആണ്. ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്, ചെറിയൊരു സെല്ലിംഗ് മോഡിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 161 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 134 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഷാർപ്പായിട്ടുള്ള ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പോകാൻ സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ ഈ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് മോശമാവുകയാണെങ്കിൽ അങ്ങനെ പോകാം. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു കറണ്ട് ലെവൽ പോലും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 212 ആണ് സ്റ്റോക്കിൽ അപ്പോളോ ടയേഴ്സിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ JK ടയർ ഫെയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 108 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ JK ടയർ ഇൻവെസ്റ്റ്മെൻറ്റിന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാം. 91 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 91, അതുപോലെ അപ്പോളോ ടയേഴ്സിൻ്റെ 134 എന്ന് പറയുന്നതൊക്കെ തന്നെ എന്തെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള ഗ്ലോബൽ നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ഒരു ഫെയർ വാല്യൂ ആണ് 108 എന്ന് പറയുന്ന JK ടയറും, അതുപോലെ 161 അപ്പോളോ ടയേഴ്സും ഒരു ഫെയർ വാല്യൂ ആണ്. 132 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ് JK ടയേഴ്സിൽ. ദെൻ ക്രോംപ്റ്റൺ ഗ്രീവ്സ് ആണ്. ക്രോംപ്റ്റൺ ഗ്രീവ്സ് ഇപ്പോഴത്തെ ഒരു വാല്യുവേഷൻ വളരെ ഡിസ്കൗണ്ട് വാല്യൂയിലാണ്. ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. 174 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എൻട്രി ലെവലാണ്. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 162 ലെവൽ. ഈ രണ്ട് ലെവൽ ലാസ്റ്റ് 2 വീക്സിനുള്ളിൽ തന്നെ ഈ രണ്ട് ലെവൽ വന്നതാണ്. അതിനുശേഷം ഇപ്പോൾ 180 ലെവലിലേക്ക് ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചു. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നു. റിസൾട്ടിന് ശേഷം ഈ സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ചിരുന്നു. അഗൈൻ 198 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പ്രീകോൾ ആണ്. ദെൻ ഹാവൽസ് ആണ്. ഹാവൽസ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 272 ആൻഡ് 258 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇതിൽ അപ്പോളോ ടയേഴ്സ്, JK ടയർ, ക്രോംപ്റ്റൺ ഗ്രീവ്സ്, ഹാവൽസ് ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്കൊക്കെ തന്നെ ഒരു ഫെയർ വാല്യൂ അതല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂലാണ് മൂവ് ചെയ്യുന്നത്. ഈ നിഫ്റ്റിയുടെ 9000 മൂവിലൊന്നും ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഇപ്പോഴും അണ്ടർ വാല്യൂഡാണ് ഈ സ്റ്റോക്കൊക്കെ തന്നെ. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഒരു ഫസ്റ്റ് സ്റ്റേജ് എൻട്രി തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. 274 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 258 രണ്ട് സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യുന്നു. 310 ആണ് ഹാവൽസിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പ്രിക്കോൾ ആണ്. ഓട്ടോമോട്ടീവ് കോമ്പോണൻറ്റ് മാനുഫാക്ചറിങ്ങിലൊക്കെയാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ കമ്പനി ലോസ് മേക്കിംഗ് ആണ്. ഈ ഒരു ബുൾ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു റൈഡ് നമുക്ക് സംഭവിക്കാം. ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ കുറവാണ്. 32 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 27, ദെൻ 40 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ ഗബ്രിയൽ ഇന്ത്യയാണ് ഇദ്ദേഹത്തിന് പരിഗണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഫണ്ടമെൻ്റൽസ് ഉള്ളത് ഈ സ്റ്റോക്ക് തന്നെയാണ്. ഒരു ഗ്ലോബലി പ്രസൻസ് ഉള്ള കമ്പനിയാണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 84 ആൻഡ് 77 രണ്ട് സപ്പോർട്ടാണ്. 101 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ. ദെൻ മഹീന്ദ്രയാണ്. മഹീന്ദ്ര ഇൻവെസ്റ്റ്മെൻറ്റിന്
തീർച്ചയായിട്ടും പരിഗണിക്കാം. ഈ ഓട്ടോമൊബൈൽ സെയിൽസ് ഉണ്ടായിരിക്കുന്ന ചെറിയൊരു കുറവാണ് ഈ ടയർ മാനുഫാക്ചറിങ് കമ്പനികളെ സംബന്ധിച്ച് ഈ കറക്ഷൻ വരാനും അതുപോലെ ടയർ റബ്ബറിൻ്റെ റേറ്റിലുണ്ടായ ചെറിയൊരു ഇൻക്രീസ്. ഇത് രണ്ടുമായിരുന്നു അപ്പോളോ ടയേഴ്സിലും JK ടയറിലും സിയറ്റിലൊക്കെ തന്നെ ഒരു സെൽ ഓഫ് വരാനുള്ള റീസൺ. ദെൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതുപോലെ തന്നെ സെയിൽസ് മോശമായി, അതിൻ്റെ ഒരു കറക്ഷനാണ്. ഇപ്പോഴത്തെ രീതിയിൽ 1200 എന്ന് പറയുന്ന ലെവൽ 1180 1180 എന്ന് പറയുന്ന ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 1100 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലാസ്റ്റ് കറക്ഷൻ 1360 നിന്നുമാണ് ഈ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലാസ്റ്റ് 2 വീക്സ് ബാക്ക് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ച് 1100 ലെവലിലേക്ക് മൂവ് ചെയ്തു. എഗൈൻ ഈ സ്റ്റോക്ക് 1 വീക്ക് കൊണ്ട് തന്നെ 1280 വരെ മൂവ് ചെയ്തിരുന്നു. വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മൂവ് ചെയ്യാണ്. അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ 1180 ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. നമുക്കറിയാം എല്ലാ സെഗ്മെൻറ്റിലും പ്രസൻസ് ഉള്ള ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ്, ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ഓട്ടോമൊബൈൽ കമ്പനിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് തീർച്ചയായിട്ടും 2 സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്ക് പരിഗണിക്കുക, 1180 ആൻഡ് 1100. ദെൻ 1298 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മാരുതിയും മഹീന്ദ്രയും കമ്പയർ ചെയ്യുമ്പോൾ മാരുതിയുടെ വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂയിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വാല്യുവേഷൻ നമ്മൾ അസസ് ചെയ്യുമ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആയിരിക്കും കുറച്ചും കൂടി ഡൗൺ സൈഡ് റിസ്ക് കുറവുള്ളത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലായിരിക്കും. ആ ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ICICI ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, വാല്യുവേഷൻ ഫെയർ ആണെന്നുള്ളതാണ് അട്രാക്ഷൻ. ഇപ്പോൾ ആക്സിസ് ബാങ്കും അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വാല്യുവേഷൻ കുറച്ചുകൂടെ ഫെയർ വാല്യൂയിലാണ്. ലാസ്റ്റ് റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ആ റിസൾട്ട് ഉയർന്നിരുന്നില്ല, അതുകൊണ്ടാണ് ആ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ സംഭവിച്ചത്. 336 ആൻഡ് 317 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 380 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫെഡറൽ ബാങ്കാണ്. ഈ റാലിയിൽ ഈ സ്റ്റോക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടേ ഇല്ല, കാരണം 144 ലെവൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ടാണ്. ദെൻ 136 രണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 160 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 152 ബ്രേക്ക് ചെയ്യാൻ കുറേ നാളുകളായി. ഇപ്പം RBIയുടെ പോളിസി വന്നതിന് ശേഷം പോലും ബാങ്കിങ് സ്റ്റോക്കിലും തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ് നമ്മൾ കണ്ടില്ല. തീർച്ചയായിട്ടും ബാങ്കുകൾ ലെൻഡിങ് റേറ്റ് കട്ട് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഗ്രോത്ത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരികയാണെങ്കിൽ മാത്രമേ ഓട്ടോമൊബൈൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു മൂവ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ സെക്ടറൊക്കെ തന്നെ നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റ് സ്റ്റോക്കുകളിലേക്ക് മടങ്ങി വരാം. ദെൻ JK ബാങ്കാണ്. 103.94 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 128 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്, വാല്യുവേഷൻ ഫെയർ ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ഇപ്ക ലാബാണ്. US FDAയുടെ ചില ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നു. എഗൻ 664 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്. അതൊരു വാല്യൂ പിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാം. ദെൻ 620 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 740 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു ഫാർമ സെക്ടർ ഫാർമ സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇപ്പോൾ സൺഫാർമയൊക്കെ പുതിയ കണ്ടെത്തലുകൾ, പുതിയ FDAയുടെ പുതിയ ലൈസൻസ്, പുതിയ സ്പാർക്കിന് പുതിയ ലൈസൻസ് കിട്ടിയിരിക്കുന്നത്. ദിലീപ് സാങ്വി മുകേഷ് അംബാനിയെ പിന്നിലാക്കി ഇന്ത്യയിലെ റിച്ചസ്റ്റ് മാനായി വരുന്നു. സൺഫാർമ ഓഹരി വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു അത് ഇനിയും, കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച പോലും സ്പാർക്കും സൺഫാർമയും വീണ്ടും അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാണ്. ഗ്യാപ്പ് കൂടി വരാൻ സാധ്യതയുണ്ട്. ക്രൂഡ് പ്രൈസ് താഴ്ന്നത് അതെ ക്ഷീണമായി. അത് ഇപ്പോഴും നമുക്കറിയാമല്ലോ, റിലയൻസിലുണ്ടായിരിക്കുന്ന ഷാർപ്പായിട്ടുള്ള ഫോൾ. നിഫ്റ്റി 6000 ലെവലിൽ നിന്നപ്പോൾ 1200 ലെവലായിരുന്നു റിലയൻസിൻ്റെ റേറ്റ്. ഓൾമോസ്റ്റ് 40% ഡ്രോപ്പാണ് ഇതിൽ വന്നിട്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇപ്പം ഈ സാങ്വേ പോലെയുള്ളവരൊക്കെ ഇത്ര ഷാർപ്പായിട്ട് തിരിച്ചു വരുന്നത്. അതിൽ ഫാർമ സെക്ടറൊക്കെ തന്നെ ഇപ്പോഴും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു സെക്ടർ തന്നെയാണ്. അതുപോലെ IT. ഈ രണ്ട് സെക്ടറാണ് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്ന സെക്ടർ. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു ഫാർമയാണ് ഇപ്ക ലാബ്. അതിന് US FDAയുടെ ചില ബാൻ തന്നെയാണ് അവരിപ്പോഴും ഈ ലോവർ വാല്യൂവിൽ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാർമ സെക്ടർ ഇനി ഒരു പ്രോമിസിങ് സെക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ IT സെക്ടറൊക്കെ കറക്ഷൻ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ഇതിനകത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ്, എഗൈൻ അഭിലാഷ് പറഞ്ഞ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്. എഗൈൻ 872 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. 840 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. 940 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് തന്നെയാണ്. ഈ റൈഡിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകാൻ നമുക്ക് ഈ റൈഡിലൊക്കെ വരുമ്പോഴും അപ്പർ സൈഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ റിലയൻസ് വളരെ ബുദ്ധിമുട്ട് കാണുന്നു. അതിൻ്റെ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിരിക്കുന്ന ഫോൾ തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന റീസൺ. ദെൻ കെയിൻ ഇന്ത്യ സെയിം സ്റ്റോറി, സെയിം സെക്ടർ തന്നെയാണ്. 234 to 18 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 262 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ GSFC ഫണ്ടമെൻ്റലി സൗണ്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 88 മൺസൂൺ സീസണൊക്കെ വരികയാണെങ്കിൽ
തീർച്ചയായിട്ടും ഈ സ്റ്റോക്കൊക്കെ നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 88 and 74 രണ്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റ് ആണ്. ആ ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 101 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ L&T ഫൈനാൻസ് ആണ്. L&T ഫൈനാൻസും ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതും ഈ റൈഡിലൊന്നും ഇൻവെസ്റ്റേഴ്സിന് മൈനസ് റിട്ടേൺ നൽകിയ സ്റ്റോക്കിൽ പെടുന്നതാണ്. ബാങ്കിങ് ലൈസൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് കുറച്ച് ബെറ്റർ ആയിരുന്നു. എങ്കിലും ഈ റൈഡിലൊന്നും ഈ സ്റ്റോക്കുകളൊന്നും നിഫ്റ്റി 9000 നിൽക്കുമ്പോഴും പല സ്റ്റോക്കുകളും 5500 നിഫ്റ്റിയുടെ ലെവലിലാണ് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. ദെൻ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. സീറോ ഡെറ്റ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 272 ആൻഡ് 256 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 308 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇൻവെസ്റ്റ്മെൻറ്റിന് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ദെൻ ഡിഷ് ടി വി 79 ആൻഡ് 72 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 88 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വണ്ടർല ആണ്. 262 246. വണ്ടർല തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം പലപ്പോഴും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. 262 ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതുപോലെ തന്നെ 246 304 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റ് ഒരു ബെറ്റർ ഷേപ്പിലേക്ക് ലാസ്റ്റ് 5-6 ഇയേഴ്സ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ മോശം പീരീഡായിരുന്നു. എന്നാൽ കമ്മിങ് 3 to 4 ഇയേഴ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വർഷം ആയി വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ ഇത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. കാരണം നമ്മളുടെ എക്കണോമി റൈറ്റ് ട്രാക്കിലാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ ഈ എപ്പിസോഡിൻ്റെ ആദ്യത്തെ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ എക്കണോമി ബെറ്റർ ഷേപ്പിലാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല അവസരം തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും എല്ലാ സെക്ടറും ബാങ്കിങ് സെക്ടർ, ഇപ്പോൾ ബാങ്കിങ് സെക്ടറാണ് ഏറ്റവും, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറാണ് ഏറ്റവും ചീപ്പർ വാല്യുവേഷനിൽ മൂവ് ചെയ്യുന്നത്. പക്ഷേ അതുപോലെ തന്നെ സ്റ്റീൽ സെക്ടർ, ഇപ്പോൾ ചൈനയുടെ സ്ലോ ഡൗൺ ഒക്കെ തന്നെ ആ സെക്ടറിനെ വളരെയധികം എഫക്റ്റ് ചെയ്തു. അപ്പോൾ ഈ സെക്ടറിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. പക്ഷേ കുറച്ച് പേഷ്യൻസ് കാണിക്കണം ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച്. അതേസമയം IT-യിലും ഫാർമയിലും റിസ്ക് നിലനിൽക്കുന്നു. പക്ഷേ റിട്ടേൺ കൂടുതൽ തരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഫുള്ളി IT-യിലും ഫാർമയിലോ അല്ലെങ്കിൽ ഫുള്ളി ഒരിക്കലും സ്റ്റീലിലും ഓയിൽ ആൻഡ് ഗ്യാസിലോ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും എല്ലാ സെക്ടറിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിരിക്കും. ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഈ വർഷം തീർച്ചയായിട്ടും നല്ല റിട്ടേൺ നൽകാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ്. അടുത്ത കത്തിലേക്ക് വേഗം പോകാം. ശ്രീ AKGയുടെ കത്താണ്. അദ്ദേഹം ചോദിക്കുന്നത് നിഫ്റ്റി 9500 റേഞ്ചിലേക്ക് അടുത്ത ആഴ്ചത്തേക്ക് എത്തുമോ എന്നൊരു വലിയ ചോദ്യമാണ്. ഉന്നയിച്ചപ്പോൾ തന്നെ ബജാജ് ഓട്ടോ അടക്കമുള്ള സ്റ്റോക്കുകളെ കുറിച്ച് ചോദിക്കുന്നത്. ബജാജ് ഓട്ടോ ഒരു ഫെയർ വാല്യൂലാണ് മൂവ് ചെയ്യുന്നത്. 9500 നിഫ്റ്റി എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലേക്ക് ചെറിയ രീതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞു. ബജറ്റിൻ്റെ വലിയ എക്സ്പെക്റ്റേഷൻ കഴിഞ്ഞു. RBIയുടെ റേറ്റ് കട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തെങ്കിലും ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രം. പക്ഷേ 9500 നിഫ്റ്റി ഈ വർഷം ടച്ച് ചെയ്യും, അതിന് സംശയമില്ല. പക്ഷേ അതിനു മുമ്പ് ചിലപ്പോൾ ചെറിയൊരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കാം. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ വ്യാഴാഴ്ചയും വിപണിയിൽ ഉണ്ടായി. അതേസമയം FIs വളരെ ആക്റ്റീവാണ്. 8700 അല്ലെ 8650 എന്ന് പറയുന്ന ഒരു സേഫർ സോണാണ്. ആ ലെവലിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. 9500 നിഫ്റ്റി തീർച്ചയായിട്ടും ടച്ച് ചെയ്യും. പക്ഷേ അത് പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. അതിന് കുറച്ച് പോസിറ്റീവായുള്ള ട്രിഗേഴ്സ് ആവശ്യമാണ്. ചിലപ്പോൾ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് ആയിരിക്കാം, പുതിയ ഗവൺമെൻറ് അനൗൺസ്മെൻറ്റ്, RBIയുടെ മെഷേഴ്സൊക്കെ തന്നെ ആയിരിക്കും അതിലേക്ക് മൂവ് ചെയ്യും. എന്തായാലും ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് തന്നെയാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. ബജാജ് ഓട്ടോ ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റിന് തീർച്ചയായിട്ടും അത് പരിഗണിക്കും. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ investment@asianews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിന് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.